വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇത് നമ്മളുടെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു വ്ളോഗാണ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗായിരിക്കും ഗൈസ്. ഈ മേക്കപ്പ് ലുക്കൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ സെറ്റാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോവാണ്. ബൈ ബൈ ഗൈസ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിരിക്കുന്നു ഗൈസ്. കുറച്ച് ജോലിയുണ്ട്. ഇവിടെ പോകുന്നതൊക്കെ നമ്മള് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു. സൈലാണ് ഗൈസ് വന്നിരിക്കുന്നത്. സൈൽ എത്തിയിരിക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. എന്താ നോക്കാൻ കൈസ്? ഉത്തരവാദിത്തമുള്ള ആങ്ങള. ടാറ്റ ബൈ. എടുക്കണോ? എന്താ എന്താ എന്റെ ഫ്രണ്ട് ഇട്ടത്, അന്ന ഇട്ടത്, ഇത് ഇട്ടായിട്ട് കാണാൻ. ഇത് നല്ലോണം ഇട്ടില്ല. ഇതിന്റെ റീസൺ ഞാൻ പറയാം. ലൈവ് കാത്തിരുന്ന് കുലുങ്ങി ഞാൻ കൊളവാക്കി. ഗൈസ്, ഞാൻ പെട്ടെന്ന് റെഡി ആയത്. ഞാൻ റെഡി ആവാൻ താമസിച്ചത്. അവിടെ ഞാൻ എങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട് വന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരുങ്ങിയോ പോയല്ലേ. അവിടെ കുഞ്ഞിനെ കാറ് ഇരുത്തി ഒരുക്കിയത് ഞാൻ. പക്ഷെ അവിടെ ഓക്കെ. ഗൈസ്, നമ്മുടെ ആന്റിയാണത്. ഗൈസ്, ആന്റിയുടെ ഹസ്ബൻഡാണ്. 4 മാസല്ലേ? ഗൈസ്, നമ്മൾ വന്ന് അവിടെ ഇരിക്കുന്നു. ഇനി ചേച്ചി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കുറച്ചൊക്കെ സംസാരിക്കാനുണ്ട്. അതിനകത്ത് ക്യാമറ ഷൂട്ട് ചെയ്യാണ്. പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് മേക്കപ്പ് ചെയ്ത് കാണിക്കാം. കുട്ടിയുടെ സ്കിന്ന് കുറച്ച് പിമ്പിളൊക്കെ ഉള്ള സ്കിന്നാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ ലുക്കിലുള്ള ഒരു മേക്കപ്പ് തന്നെ. അപ്പോൾ ചേച്ചി പറഞ്ഞു മേക്കപ്പ് ലുക്കാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഇപ്പം ആപ്പിയുടെ ഇപ്പോഴത്തെ ഉള്ള ലുക്ക് നോക്കിക്കോ. ഇനി ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ആപ്പിയുടെ ലുക്കൊക്കെ മാറി വേറെ ലുക്കിലോട്ട് വരും അല്ലേ ആപ്പി? ഇന്നുകൊണ്ട് സീമോളത്തി വീട കളിപ്പാട്ടം തരട്ടെ പൊന്നുവിന് കളിക്കാൻ. കളിപ്പാട്ടം തരട്ടെ അമ്മേ. ഓ, കേസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു. ലെൻസ് വെക്കാൻ പോവാണ്. നമ്മൾ അതിന് ഒരു മാക്കിൻ്റെ ഒരു സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രപ്പ് യൂസ് ചെയ്ത് പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് ലെൻസ് വെക്കുക. ഈ ലെൻസ് വെക്കാൻ പോകുന്നു. കുഞ്ഞാക്കല്ലേ, വെറുതെ പിടിച്ചു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഗൈസ്, ലെൻസിടാൻ കുറച്ച് പാട് കിട്ടി. ഇതാണെങ്കിൽ ടീഫിറ്റ് എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡാണ്. നമുക്ക് പിമ്പിളൊക്കെ ഉണ്ട്, പോർസൊക്കെ കുറച്ച് ഓപ്പൺ ആയിട്ട്. ഒരു പ്രൈമറാണ് കേട്ടോ. പ്രൈമർ ജസ്റ്റ് ആ പിമ്പിൾസിലേക്ക് നോക്കിയിട്ട് വളരെ ലൈറ്റ് വെയിറ്റും കുറച്ച് നമുക്ക് പോർസൊക്കെ ഒന്ന് കവർ ചെയ്യണം കേട്ടോ. ഈ മോൾ ഇവിടെ കിടന്ന് കളിക്കുന്നു ഗൈസ്. അപ്പം ഗൈസ്, ബസ്സി അവിടെ കിടക്കുകയാണ്. അപ്പം നമ്മൾ ആക്കിയതാ ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെൻസൊക്കെ വെച്ചു. ആ ടൈം ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ഫീഡ് ചെയ്യാൻ പോയിരുന്നു. അപ്പം ചേച്ചി ഫൗണ്ടേഷൻ ഇടുകയാണ്. അതെ, നാട്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത്. നമ്മുടെ അൽഫിയുടെ സ്കിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്. ഫുള്ള് കുരുപ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ സ്കിൻ ടൈപ്പ് ഏതാ ചേച്ചി? ഓയിലി സ്കിന്നാണ്. പക്ഷെ ഇപ്പം സ്കിന്നിൻ്റെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നല്ല കുരുവായിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗൈസ് ആൻറ്റി എടുത്ത്. എൻ്റെ മുഖം ഓയിലി സ്കിന്നാണ്. അപ്പോൾ ആപ്പിയുടെ അല്ലേ അതനുസരിച്ചുള്ള മേക്കപ്പ് ചെയ്യുന്നത്. കൺസീൽ ചെയ്യണം.
എല്ലാരും ചോദിച്ചു, ലൈവ് വന്നപ്പോ എല്ലാരും ചോദിച്ചു ചേച്ചി ഇത് എവിടെന്നാ ചെയ്തേന്ന്. ചോദിച്ചു. ഇവിടെ നിന്നാണ് ആപ്പിയുടെ മുണ്ടിൽ ഡിസൈൻ ചെയ്തത്. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ടിങ് എത്ര ചേച്ചി? ബ്രൈഡൽ മേക്കപ്പ് നമുക്ക് ഒരു 2-3 ടൈപ്പ് മേക്കപ്പ് ഉണ്ട്. നമുക്ക് HD ഉണ്ട്, സ്കിൻ മേക്കപ്പ് ഉണ്ട്, നമുക്ക് എയർ ബ്രഷ് മേക്കപ്പ് ഉണ്ട്. നമുക്ക് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ടിങ് 2 ദിവസത്തേക്കാണെങ്കിൽ 25 മുതലുണ്ട്. പക്ഷെ നമുക്ക് ഓഫേഴ്സ് വരാറുണ്ട്. അപ്പോൾ ഏകദേശം 20% ഓഫറൊക്കെ കൊടുക്കത്തേക്ക് ഏകദേശം ഒരു 5,000 അതിലും ഡിസ്കൗണ്ട് ആയിട്ട് 2 ഡേയ്സ് മേക്കപ്പ് നമുക്ക് 25 വരുന്നത്. ഓഫർ ഇടുന്ന സമയത്താണ് ബുക്കിംഗ് എടുക്കുന്നതെങ്കിൽ ഏകദേശം 20,000 അത് കിട്ടും. പിന്നെ എയർ ബ്രഷ് മേക്കപ്പ് ആണ് നമുക്കൊരു 27 ആണ്, അതും ഒരു 22 ഒക്കെ കിട്ടും ഓഫേഴ്സ്. മൺഡേ മാത്രമാണെങ്കിൽ മൺഡേ ആണെങ്കിൽ 15,000. ഓഫറിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 12.5 12,000. സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ബ്രാൻഡിനും ഓയിലേക്ക് അതിൻ്റേതായ ഇത് വരുന്നുണ്ട്. കുറച്ച് മാറ്റ് ലുക്ക് തരുന്ന ഫെൻഡി ബ്യൂട്ടിയോ റയർ ബ്യൂട്ടിയോ ഒക്കെ, ഫെൻഡിയൊക്കെ മാറ്റ് ലുക്ക് തരും. ആ നല്ലതാണ് ഓയിൽ സ്കിൻ. ഇതാ ബ്യൂട്ടിയും കുറച്ച് മാറ്റ് ലുക്ക് കേട്ടോ. ഫ്രണ്ട്ലി ആണ് കേട്ടോ ചേച്ചി, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഓപ്പൺ ആയിട്ട് പറയാം. നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. പോകുന്നത് കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകുന്നത് എല്ലാം നല്ല ഫ്രണ്ട്ലി. അതുകൊണ്ട് നമുക്ക് എന്തും വേണമെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പിനും പറ്റിയ എല്ലാം നമുക്ക് ചോദിച്ചറിയാം. ഷേപ്പ് ആൻറ്റിയുടെ ഹസ്ബൻഡാണ് ശങ്കർ, പേര് ബീന, രാജി. അപ്പോൾ ഇവിടുത്തെ ആൻറ്റിമാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ട് സംസാരിച്ചത്, നല്ല സ്നേഹമാണ്. പിന്നെ വേറൊരു അവിടെ ചേച്ചി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഡ്രൈ സ്കിൻ ഓയിൽ സ്കിന്നായിരിക്കും പറ്റിയ ഏറ്റവും കൂടുതൽ സൺക്രീം ആയിരിക്കും ബെസ്റ്റ്. അതേപോലെ തന്നെ സെറ്റാക്കിൻ്റെ സൺസ്ക്രീൻ നല്ലതാണ്. പിന്നെ കൂടുതലും സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്ത്. ഓൾമോസ്റ്റ് എല്ലാവരും കുറച്ച് മെഡിക്കേറ്റഡ് ആയിട്ടുള്ളതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഭയങ്കര ഓയിലി സ്കിൻ ആണെങ്കിൽ എപ്പോഴും അവർക്കൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. ക്രീം ബേസ്ഡ്. പിന്നെ അവർക്ക് കുറച്ച് ഡള്ളായിട്ടുള്ള ഒരു ഫീൽ വരും. ഡള്ളായിരുന്നു അന്നും കുഞ്ഞിനെ പിടിച്ചോടെ നിൽക്കുന്നു. തുടങ്ങിയോ? പിന്നെ നമുക്കിതാ ഇവിടെ ശരിക്കുണ്ടല്ലേ അരി കാരി കൊടുത്ത പോലുള്ളത് കുരുപ്പ. അത് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. കുരുപ്പ് നമുക്ക് കവർ ചെയ്യാം. കുരുപ്പിന്റെ പുറത്ത് നമ്മൾ പ്രോഡക്റ്റ് ഇട്ടാലും അത് പൊങ്ങി തന്നെ നിൽക്കത്തല്ലേ. പാടാണെങ്കിൽ നമുക്ക് ഫുള്ള് എനിക്ക് ലാസ്റ്റ് ലുക്ക് കാണാനുള്ള എക്സ്പെക്ടേഷൻ. ഇത് ലെൻസ് ഏത് കളർ അയച്ചിരിക്കുന്നത്? ആഷ് കളർ, ഗ്രേ കളർ. നമ്മുടെ ആ പോട്ടിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തതിന് ശേഷം ഇനി വീണ്ടും എക്സസൈസ്. അല്ലടാ ഈ ഫുള്ള് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ക്ലീനപ്പിനകത്ത് ഡീറ്റ് ആൻഡ് ക്ലീനപ്പ് ഉണ്ടല്ലോ. ഓ അത് ചെയ്താ. അപ്പൊ ക്ലീനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ്റെ മാറാൻ വേണ്ടി ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പം ഡീറ്റാൻ ഉണ്ട്. നമ്മൾ ഡീറ്റാൻ എന്ന് പറയുന്ന ക്ലീനപ്പ് ചെയ്യണം. നോർമൽ ക്ലീനപ്പ് ചെയ്യാണ്ട് ഡീറ്റാൻ ക്ലീനപ്പ് ചെയ്യണം കേട്ടോ. വേറെ ഏതൊക്കെ തരത്തിലുള്ള ഫേഷ്യലുണ്ട്? ഇവിടെ ഹൈഡ്രോ ഫേഷ്യലുണ്ട്, ബ്യൂട്ടി ഫേഷ്യലുണ്ട്, ടാൻ ക്ലിയർ ഉണ്ട്, വൈറ്റനിങ് ഉണ്ട്, ബ്രൈറ്റനിങ് ഉണ്ട്. എല്ലാ ഫേഷ്യൽസ് അവൈലബിൾ ഉണ്ട്. സ്റ്റാർട്ടിങ് റേറ്റ് എങ്ങനെയൊക്കെ? ഫേഷ്യൽസ് ഒക്കെ നമുക്ക് 700 മുതലുണ്ട് കേട്ടോ. എസ്പെഷ്യലി
ബ്രൈഡ്സിന്റെ മേക്കപ്പിലുള്ള പ്രോഡക്ട്സിലൊന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. ഭയങ്കര നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ ബ്യൂട്ടി നാട്സ് ലോറ മെഴ്സി സുന്ദരിയായി ഗ്ലോവും കൂടെ ചെയ്യുമ്പോൾ ഗ്ലോവിടെ ആകുമ്പോൾ ഒന്നുകൂടെ സുന്ദരിയാവും. ഗൈസ് സുന്ദരിയല്ല ചുന്ദരി അല്ലേ? സ്കിന്ന് നമുക്ക് എന്തായാലും പ്രത്യേകമായിട്ട് നല്ലൊരു ക്ലൻസർ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ ഞാൻ ഈ സാധനം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മോയ്സ്ചറൈസർ ഇട്ടവള് പറയുന്നത് സ്കിന്നിൽ പിന്നെ കുരു വരുന്നത് അതിൽ സ്കിൻ ഒരുപാട് ഡള്ളായി പോവും എന്ന് പറയും. അതുകൊണ്ടാണ് അവള് യൂസ് ചെയ്തത്. സ്കിൻ പ്രൊപ്പല്ലാതെ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞാൽ അന്ന് ഓരോന്ന് വാങ്ങിച്ചു കിട്ടും. ഉമ്മി എസ്എം അതിന് വഴക്കാ. ഇഷ്ടംപോലെ സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങും, പക്ഷെ അതൊന്നും യൂസ് ചെയ്യത്തില്ല. അവളെ സ്കിന്നിൽ പിടിക്കത്തില്ലെന്ന് പറഞ്ഞത് അതാണ്. ഇതാണ് മാക്കിന്റെ ഒരു ഇതാണ് ലിപ് ബാം കേട്ടോ. ഇത്തിരി നല്ലതാണ്. പൊതുവെ എല്ലാവരും ലിപ്സ്റ്റിക് ഇട്ട ശേഷം തോന്നുന്നു ലിപ് ബാം ഇടുന്നതാണ്. അല്ല, ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രം ലിപ്സ്റ്റിക്. പക്ഷെ ആരായിരുന്നു ആരോ അവിടെ ഇങ്ങനെ പറഞ്ഞു. ലിപ്സ്റ്റിക് പൊതുവെ മിക്കവരും അങ്ങനെ തോന്നുന്നു. ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷമേ ലിപ് ബാം ഇടാവൂ. ഓക്കെ, ഞാനും ആണ്. അറിയാത്ത ആൾക്കാർ ശ്രദ്ധിച്ചോണം. ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടാം. അവൈലബിൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടു ഫേസിന്റെ ഈ ലിപ്പ് ഇൻഫെക്ഷൻ നമുക്ക് ലിപ്പൊക്കെ കുറവായിട്ടുള്ളവർക്ക് ലിപ്പിൽ ഫേസ് സെറ്റ് ആയില്ല ആൻറ്റി? ഇനിയുണ്ട് ഗൈസ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പൊളിയാ. പ്ലസ് ഫിക്സ് ആണ്. ഇത് ഇൻ ബിറ്റ്വീൻ യൂസ് ചെയ്യാം. പക്ഷെ ലാസ്റ്റ് ഞാൻ ഫിക്സിങ് സ്പ്രേ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാണ്, ഇതെന്താണ് ഈ ഫിക്സർ ആണോ ലാസ്റ്റ് യൂസ് ചെയ്യേണ്ടത്? പക്ഷെ ഇത് ലാസ്റ്റ് യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആവാനും ഇതാവാനും. ലാസ്റ്റ് നമുക്ക് ഫിക്സിങ് സ്പ്രേ അത് തന്നെ യൂസ് ചെയ്യണം. എന്നാലേ നമുക്ക് മേക്കപ്പ് അതേപോലെ തന്നെ മാറാതെ നിൽക്കാൻ വേണ്ടി. ഒരാൾ കാണിച്ചോ, നെയിം പറഞ്ഞോ? എന്തായാലും മെയിനാണ് ഗൈസ്. അടുത്ത് ഹെയർ സെറ്റ് ചെയ്യണം. നമ്മൾ കൊള്ളാമോ? ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫിക്സിയുടെ ബ്രഷറാണ്. ഇത് നല്ല ഗ്ലോ, നല്ല ഗ്ലോ ഫിക്സ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. പ്രോഡക്ട്സ് ഒരു പ്രോഡക്ട്സിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. 50% നമ്മുടെ എക്സ്പീരിയൻസും 50% എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി. പുക വേണം കത്തട്ടെ. ഞാൻ പറഞ്ഞു ഉമ്മ വന്നിരിക്കും. ഞാൻ ഫുൾ ടൈം ഇല്ലേ? അൽഫിക്ക് എപ്പോഴും ഉള്ളതാ. എവിടെയെങ്കിലും പോകുമ്പോൾ അൽഫി പറയുന്നത് ഇവിടെ ഗ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവള് അതൊക്കെ വാങ്ങി. ഫേസിലെ മേക്കപ്പ് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി ഹെയറോട് സെറ്റ് ആക്കാനുണ്ട്. ഞാൻ ഡ്രസ് ഇട്ട് തരാം. ബൈ ബൈ. വന്നു. അപ്പം ഹാപ്പി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്യാണ് ചേച്ചി. എന്താന്ന് തോന്നുന്നു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ ചെറുക്കനോട് കണ്ടുപിടിച്ച് നമുക്ക് കല്യാണം നടത്തിയാലും. എന്താ പറയുന്നത്? എന്തായാലും ഒരുങ്ങി അല്ലേ അമ്മേ? എന്തായാലും ഒരുങ്ങി നമുക്ക് പെട്ടെന്ന് ചെറുക്കനെ കണ്ടുപിടിച്ചാല അത് കുഴപ്പമില്ല. ഓ ഹാ റെഡിയാ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ചെറുക്കനെ കണ്ടുപിടിച്ചാല. അതില് വ്ളോഗിൽ പറയാം. സെറ്റ് ആയിട്ടുണ്ടാ? സത്യം പറ. ഉമ്മി ഒരു കള്ളച്ചിരി. ഉമ്മി അതല്ലേ? 1 കല്യാണാലോചന
കൊടുത്തത്. ജ്യൂസ് ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ വന്നതിന് ശേഷം പിന്നെ അപ്പൊ ഈ ലാസ്റ്റ് ലുക്ക് കണ്ടോളാൻ വയ്യാത്ത രീതി ഇരിക്കാൻ തോന്നാണ് അപ്പി ആണോ നിങ്ങൾ കേട്ടോ, ചേച്ചിക്കാണ് ഏറ്റവും ഏജ് കുറവ് ആൻറ്റിക്കാണ്. ദൈവമേ, എന്നാ അതിൻ്റെ ഇടയിലെല്ലാം കമൻസ്. പക്ഷെ കല്യാണം കഴിഞ്ഞതാട്ടോ. ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു ഹസ്ബൻഡിന്റെ നേരത്തെ. ഗൈസ്, ഇതാണ് ആപ്പിയുടെ ഫൈനൽ ലുക്ക്. വാ വാ ചേച്ചി. അപ്പൊ നമ്മളുടെ ഫൈനൽ ലുക്ക് റെഡിയായി. നമ്മളുടെ ചേച്ചി ആപ്പി നല്ല സുന്ദരി കുട്ടി പൊളിയായി. സിമ്പിൾ മേക്കപ്പ് അപ്പൊ ഇത്രയും. അപ്പൊ ബ്രൈഡൽ മേക്കപ്പ് ഇതിനേക്കാൾ സൂപ്പർ ആയിരിക്കും. സ്വയം പൊക്കുന്നത് സുന്ദരിയായിരുന്നു. ഓക്കെ, നമുക്ക് ട്രാൻസിഷൻ ഒക്കെ എടുക്കാനുള്ള എടുത്തിട്ട് വരാം. അപ്പൊ ഇനി ഫോട്ടോഷൂട്ടാണ്. സൂപ്പറായിട്ട് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് സൂപ്പറായിട്ട് ഇത് ലൈവായിട്ട് കണ്ടിട്ടുള്ളത്. കറിങ്ക ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ആൻറ്റിയാണ് ക്രെഡിറ്റ് ആൻറ്റിക്കാണ് കൊടുക്കുന്നത്. എന്തായാലും നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഫേസ് മേക്കപ്പ് ആയാലും ഇവിടെ വന്ന് ചെയ്യാം. 100% ഗ്യാരണ്ടി. നമ്മളുടെ സാബുട്ടിയുടെ ഇൻസ്റ്റാ ഐഡിയും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. യൂട്യൂബ് ചാനൽ ഇവർ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഇവിടുത്തെ. സാബുട്ടിയുടെ കുറച്ച് പേര് ബാക്കിയുള്ളത് വീട്ടിൽ പോയി. ആ ശരി, ബാക്കിയുള്ളവർ വീട്ടിൽ പോയി. ഉള്ളത് ഇപ്പൊ ഇതാണ്. ഇവരൊക്കെ ചേർന്നാണ് ഭംഗിയായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടം. നല്ല ഫ്രണ്ട്ലി ആണ് ഇവരെല്ലാരും. നമ്മളുടെ സ്റ്റാഫ് തന്നെ. ആ, നമ്മുടെ സ്റ്റാഫ് എപ്പോഴും നമ്മുടെ അസറ്റാണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നൊരു ദിവസം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ നെയിമും പറയുമ്പോൾ എന്താണ് ഡിസ്കൗണ്ട് ഉണ്ട്. ഈദ് മുബാറക് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ചേട്ടാ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.